നമ്മുടെ സ്റ്റിയറിംഗ് ഇഷ്ടമായോ മോണ്ടിയുടെ? നമ്മൾ 3 സ്പോക്സ് സ്റ്റിയറിംഗ് ആയിരുന്നില്ലേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എനിക്കിഷ്ടമാണ്. എനിക്ക് 2 സ്പോക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടികളിലൊന്നാണ് എനിക്ക് അംബാസഡർ. ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചതും അംബാസഡറിലാണ്. അപ്പോൾ എനിക്ക് അംബാസഡർ ഇങ്ങനെ ഇരുന്നില്ല. ഇവിടെ 2 ഹോണാണ്. ഇവിടെ അല്ല, ഇതിൻ്റെ ഹോൺ ഇവിടെയാണ്. ഹോൺ നമ്മൾ മാറ്റിയിട്ടോ. ഹോൺ ഭയങ്കര ലോക്കൽ ഹോണാണ് അവർ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ട്രംപറ്റ് ഹോൺ, ഡ്യുവൽ ഹോൺ അഡീഷണൽ ചെയ്തു. സ്റ്റിയറിംഗ് കൺട്രോൾസ് എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് കൺട്രോൾസ് ഭയങ്കര സാറ്റിസ്ഫൈഡ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ കോൾ എടുക്കാനും കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഡെഡിക്കേറ്റഡ് സ്വിച്ച് അതെടുത്ത് മാറ്റി. ഇപ്പോൾ കോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബട്ടണിൽ കോൾ എടുക്കാൻ പറ്റും. പക്ഷേ കോൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനത് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ട് ഞാനിവിടെ സ്ക്രീനിൽ ഇത് ക്ലിക്ക് ചെയ്ത് ടെലഫോൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് എൻഡ് കോളിൻ്റെത് എടുത്ത് വെച്ചതിന് ശേഷം വേണം എനിക്കത് ചെയ്യാനായിട്ട്. അതൊരു ഇത്തിരി അരോചകമായിട്ട് ഫീൽ ചെയ്തു. അത് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ആവാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടിയുടെ ഇന്റീരിയർ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഇന്റീരിയർ ക്വാളിറ്റി പഴയ സ്കോഡ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല. ഇവിടെ നമുക്കൊരു സ്കോഡയാണ് എന്നുള്ളൊരു ഭയങ്കരമായ ഒരു കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല. പക്ഷെ പഴയ സ്കോഡയുടെ ആ ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു ഇടുപ്പ് എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അത് ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്വിച്ചസിലാണെന്നുണ്ടെങ്കിലും സ്വിച്ചസ് നമുക്കത്ര പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ബാക്കി വണ്ടികളുടെ ഇത് പറയുന്നില്ല. ബാക്കിയുള്ള ചില ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എങ്ങനെയുണ്ട്? ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇപ്പം മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടിയിൽ നമ്മൾ യൂസ്ഡ് ആയിരുന്ന ബട്ടൺസ് ആയിരുന്നല്ലോ. അപ്പോൾ ബട്ടൺസിൽ നിന്ന് കംപ്ലീറ്റ് ടച്ച് സ്ക്രീനിലേക്ക് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും റെസ്പോൺസ് ഇത്തിരി കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇനി എൻ്റെ പ്രശ്നമാണോ അതോ എങ്ങനെയാണോ എന്നുള്ളൊരു ഡൗട്ടാണ്. പിന്നെ ഇതിൽ വൈഫൈയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഹോട്ട്സ്പോട്ട് വഴി കണക്ട് ചെയ്യാന്നുള്ളത്. അത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നി. ഞാനിപ്പോൾ മറ്റേ ഒരു ഡോങ്കിൾ വാങ്ങിച്ച് ഇതിൽ വൈഫൈ എപ്പോഴും സെറ്റ് ചെയ്യും. കാരണം മറ്റേ മാപ്പൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനൊരു ഇഷ്യൂ വരുന്നുണ്ട്. അത് മൊത്തത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലവർക്കതില്ല. എന്നാലും എനിക്കത് ഇപ്പോൾ വണ്ടി വാങ്ങിച്ച് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 2 ദിവസത്തിൻ്റെ ഇടയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിസ്കണക്റ്റ് ആവുന്നൊരിത് വന്നിട്ടുണ്ടായിരുന്നു. അറിയില്ല.